ഹലോ ഗൈസ്, ഇത് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. രാവിലെ തന്നെ മെക്കിക്ക് ഒരു വൈക്ലബ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനും ശംഭുവും കൂടെ നേരെ ഒരു ഹോട്ടലിൽ പോയി പൊറോട്ടയും ബീഫും ചിക്കൻ കറിയും കൂട്ടി ഒരു പിടിയും പിടിച്ച് നമ്മുടെ കിയക്കുട്ടനെയും കൊണ്ടുപോയി അടിച്ച് നനച്ച് കുളിപ്പിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തെക്കൻ മല്ലൂസിൽ ഇടാൻ വേണ്ടി ഒരു വീഡിയോയും ഷൂട്ട് ചെയ്ത് വീട്ടിൽ പോയി ഫുഡ് ഓടിച്ച് നേരെ ജിമ്മിലെത്തി ഉള്ള വെയിറ്റ് എല്ലാം കൂടെ വാരിയിട്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പേര് ഒരുപാട് ദൂരം ഓടാനായി കാലുകൾക്ക് ശക്തി വരാൻ വേണ്ടി ലെഗിന്റെ വർക്കൗട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് എക്സ്റ്റൻഷനിൽ തുടങ്ങി ലെക്കുകളായി അഡക്ടറായി വീസ്കോട്ടായി അവസാനം കാലിന്റെ മുട്ട് ചുറ്റിക്കെട്ടി വരിഞ്ഞു മുറുക്കി ജിമ്മിലുണ്ടായിരുന്ന ഏകദേശം വെയിറ്റ് എല്ലാം വാരിപ്പിറക്കി മെഷീനിലോട്ടിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഒരു 400 കിലോ ലെഗ് പ്രസ്സും അങ്ങ് കൊടുത്ത് ഇനി 2 ദിവസത്തേക്ക് കാലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ആരും പേടിക്കേണ്ട, ബോധം പോയിട്ടില്ല. കാലിന് കുറച്ച് റിലാക്സേഷൻ വേണ്ടി കിടന്നതാണ്. കാലിന്റെ മരവിപ്പൊക്കെ ഒന്ന് മാറിയതും വണ്ടിയെടുത്ത് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തി കുളിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരുത്തേക്ക് വാരി കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനെ അവക്കും ഫുഡും വാരി കൊടുത്ത് നെടുമങ്ങാട് പോവാന്ന് പറഞ്ഞ് വണ്ടിയിൽ വന്ന് കയറിയപ്പോ രണ്ടും കൂടെ താണ്ട പാട്ട് ഇട്ട് വച്ചോണ്ട് ഒരേ നികളിപ്പ്. 2 എണ്ണത്തിന്റെ പിള്ളക്കളയും കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അഭിലാഷ് ഏട്ടനും വന്ന്. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ ജിമ്മിലെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അത്തപ്പൂക്കളം ഇടാനായിട്ട് പൂ വാങ്ങിക്കാൻ വേണ്ടി നെടുമങ്ങാടുള്ള പൂക്കടയിൽ വന്നിട്ട് നേരെ അവിടെ നിന്ന് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളും വാങ്ങിച്ച് അവിടത്തെ സിമ്പിളനായ മാനേജർ ഷാനാസിനെയും കണ്ട് വായിക്കകത്തിടുമ്പോ പൊട്ടിത്തെറിക്കുന്ന മുട്ടായി വാങ്ങിച്ച് നൈനുവിന് കൊടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ നിൽക്കുന്ന മകന് വേണ്ടി സ്വാതന്ത്ര്യദിനം കഴിഞ്ഞിട്ടും പതാക വാങ്ങിച്ചുകൊണ്ടാണ് അച്ഛനായ അഭിലാഷ് ഏട്ടൻ. എന്നിട്ട് അവിടെ നിന്ന് നേരെ കോക്ടെയിലിൽ വന്ന് ഓണാഘോഷത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് കയറിയതും ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട ഷർട്ട് തന്നെ ഒന്ന് ഇട്ട് നോക്കി. എന്നിട്ട് ഒരു തൃപ്തി കുറവ് കാരണം പല ഷർട്ടുകൾ വേറെ ഇട്ട് നോക്കി. പോരാ അതൊന്നും ഇട്ടിട്ട് അങ്ങോട്ട് ശരിയാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് ആദ്യം പോയി ഇട്ട് നോക്കിയ ഷർട്ട് തന്നെ അങ്ങ് സെലക്ട് ചെയ്ത് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് വലിയൊരു ബോട്ട് റോഡിൽ കൂടെ പോകുന്ന കാഴ്ചയും കണ്ട് ജിമ്മിലെത്തിയപ്പോഴത്തേക്കും പിള്ളേരെല്ലാം വൻ ഡാൻസ് പ്രാക്ടീസ്. അതിനിടയ്ക്ക് നമ്മുടെ സൗണ്ടും ലൈറ്റും കസേരയും കർട്ടനും എല്ലാം എത്തി അതെല്ലാം വാരിപ്പറക്കി കെട്ടി സെറ്റ് ചെയ്ത് താഴോട്ടിറങ്ങി കൊണ്ടുവന്ന പൂവെല്ലാം എടുത്ത് 4 സൈഡും കെട്ടിത്തൂക്കി അലങ്കരിച്ച് താഴെ എത്തിയപ്പോഴത്തേക്കും മുത്തും കുട്ടും കൂടെ അത്തത്തിന്റെ ഡിസൈനും വരച്ച് വട്ടായിട്ടിരിക്കണ്. ബാക്കിയുള്ളവരെല്ലാം വളഞ്ഞുകൂടി വട്ടത്തിലിരുന്ന് പൂവെല്ലാം കൂടെ അങ്ങോട്ട് എറിയാണ്. അതിനിടയ്ക്ക് അഭിലാഷ് ഏട്ടൻ മാത്രം തോരന് കണക്കാക്കി പൂവെല്ലാം അരിഞ്ഞങ്ങ് തള്ളാണ്. ബാക്കി ഓണപരിപാടിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഒരു മനസുഖം.